ശ്രീജിത്ത്, ഈ കൊലപാതകം നേരിട്ട് കണ്ട കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ മാനസികാവസ്ഥയൊക്കെ അവർ പലപ്പോഴും പങ്കുവച്ചതാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളുടെ പ്രതികരണം എന്താണ്? അതേപോലെ തന്നെ ഇത് ഷാൻ വധക്കേസിന്റെ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകം എന്നതിലുപരി മറ്റു ചില കാര്യങ്ങൾ കൂടി കോടതി പരിഗണനയിലെടുത്തു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ക്രിസ്റ്റീന, ഈ സ്വതന്ത്ര ഭാരതത്തിൽ പ്രതാപ് ജി പടിക്കൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വാക്കുകൾ കടമെടുത്താൽ സ്വതന്ത്ര ഭാരതത്തിൽ എങ്ങനെയാണ് ഈ ഒരു 15 പ്രതികൾക്കും അതൊരു രാഷ്ട്രീയ കൊലപാതകമെന്ന് ഒരു പരിധിവരെ വാദിച്ച് ഈ പറയുന്ന പ്രതിഭാഗം നിൽക്കുമ്പോൾ ഈ ഒരു 15 പ്രതികൾക്കും ഒരുമിച്ച് എങ്ങനെയാണ് ഒരു കീഴ്ക്കോടതിയാണെങ്കിൽ തന്നെ ഒരു സ്പെഷ്യൽ കോടതിയാണെങ്കിൽ തന്നെ വധശിക്ഷ നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതാണ് എടുത്തു പറയേണ്ടത്. അതിലാണ് പ്രതാപ് ജി പടിക്കൽ എന്ന സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വീണ്ടും എടുത്തു പറയുന്നത്. അതിൽ അത്യപൂർവങ്ങളിൽ അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവമെന്ന് മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ച വാക്ക്, അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൊലപാതകം തന്നെയാണ്. ഒരു മനുഷ്യനാണ് കൊല്ലപ്പെട്ടത്. സ്വാഭാവികമായി ആ മനുഷ്യനിലുള്ള നീതി മുഴുവൻ പേർക്കും, ആഘാതക സംഘത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും വധശിക്ഷ എന്ന തരത്തിലേക്ക് ജഡ്ജി വി ജി ശ്രീദേവി മാറിയെങ്കിൽ അവർ കണ്ടെത്തിയിരിക്കുന്ന നിർണായകമായ തെളിവുകൾ, അതായത് പ്രോസിക്യൂഷൻ കണ്ടെത്തിയ നിർണായകമായ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. അത് ഈ കേസിൽ നിലനിൽക്കുമെന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞു വെക്കുകയാണ്. കുടുംബം തന്നെ, ലിഷ, അവരുടെ ഭാര്യ അഡ്വക്കേറ്റ് ലിഷ, അവരും അഭിഭാഷകയാണ്. അവരുടെ വാക്കുകൾ തന്നെ കൃത്യമായ രീതിയിൽ കടമെടുത്താൽ മുഖത്ത് വായ്ക്കരിയിടാൻ പോലും കഴിയാത്ത തരത്തിൽ, നേരത്തെ മനീഷ് സൂചിപ്പിച്ചതുപോലെ ആ പോസ്റ്റ്മോർട്ടം ടേബിളിൽ ആ മൃതദേഹം അത്ര കണ്ട് വികൃതമാക്കി തലയ്ക്ക് ചുറ്റിക കൊണ്ടടിച്ച് മുഖത്ത് വടിവാളുകൊണ്ട് വെട്ടുന്നൊരു സാഹചര്യം, അത് അമ്മയുടെയും മക്കളുടെയും മുൻപിൽ വെച്ച് അതിനിഷ്ഠൂരമായ കൊലപാതകം. അതുപോലെ തന്നെ ഈ പ്രതികൾ, നേരത്തെ അഭിഭാഷകൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രതികൾ ഇവരെ തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരുമ്പോൾ തിരിച്ചറിയാതിരിക്കാനായി ഒരേ വസ്ത്രം ധരിക്കുക, അതെല്ലാം തന്നെ മറികടന്നുകൊണ്ട് ആ പ്രതികളെ തിരിച്ചറിയാൻ ഈ കുടുംബത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഒരാൾ പോലും കൊല്ലപ്പെടരുത് എന്ന കോടതി കർശനമായ രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടാകും. അത് ഷാൻ വധക്കേസിൻ്റെ ഒരു പ്രതികാരം എന്നോണം ഇത് തീർക്കുമ്പോൾ സ്വാഭാവികമായി ഷാനും കൊല്ലപ്പെടാൻ പാടില്ല എന്ന കൃത്യമായ രീതിയിലുള്ള ഒരു സന്ദേശം കോടതി നൽകുന്നുണ്ട്. എന്തായാലും പ്രതികൾക്ക് അപ്പീൽ നൽകാനുള്ള അവകാശമുണ്ട്. അത് 3 മാസത്തിനുള്ളിൽ കോടതിയിലേക്ക് അവർക്ക് എത്താനുള്ള അവകാശമുണ്ട്. അതെന്തായാലും പ്രതിഭാഗം ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോഴും എടുത്തു പറയേണ്ടത് 1 മുതൽ 8 വരെ ഉള്ള പ്രതികൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അവർക്ക് ഒരുപക്ഷെ വധശിക്ഷയും മറ്റുള്ളവർക്ക് ജീവപര്യന്തമോ അല്ലെങ്കിൽ ഗൂഢാലോചനക്കാർക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ശിക്ഷയോ എന്ന് മാത്രം പ്രതീക്ഷിച്ചിരുന്ന ആളുകളുടെ മുൻപിലേക്ക് നേരത്തെ ഈ പ്രതാപ് ജി പടിക്കലോ ഒക്കെയായി നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പോലും ഈ ഒരു വധശിക്ഷ എന്ന ഒരു ശിക്ഷ ഈ പ്രതികൾക്ക് ലഭിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അഡ്വക്കേറ്റ് പി ഹാരിസ്, ഹൈക്കോടതിയിലെ തന്നെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനാണ്. അദ്ദേഹം 2.5 മണിക്കൂറാണ് എനിക്ക് പുറകിലുള്ള ഈ മാവേലിക്കര സ്പെഷ്യൽ കോടതിയിൽ വന്ന് വാദം നടത്തിയത്. കൃത്യമായ രീതിയിൽ പല കേസുകൾ, അതായത് ഹൈക്കോടതിയിൽ അദ്ദേഹം തന്നെ വാദിച്ചത്, സുപ്രീം കോടതിയിൽ വിധിയുടെ പല പകർപ്പുകൾ, അതിൻ്റെ കണക്റ്റിംഗ് പോയിന്റുകൾ അടക്കം കൃത്യമായി ജഡ്ജിക്ക് മുൻപിൽ നിരത്തി. വധശിക്ഷ നൽകാൻ കഴിയില്ല, ഇത് അത്യപൂർവങ്ങളിൽ അപൂർവമല്ല, എ കൊല്ലപ്പെട്ടപ്പോൾ മാത്രമാണ് ബി കൊല്ലപ്പെട്ടത് എന്ന തരത്തിൽ അടക്കമുള്ളൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ കോടതി അതെല്ലാം തന്നെ മറികടന്നു. കൃത്യമായ രീതിയിൽ ഈ പ്രതികൾക്ക് കേൾക്കാനുള്ളത് പൂർണ്ണമായി കേട്ടു. പ്രതികളുടെ കുടുംബ പശ്ചാത്തലം ചോദിച്ചു. നേരത്തെ മനീഷ് സൂചിപ്പിച്ച പോലെ 3 റിപ്പോർട്ടുകൾ, അത് പ്രധാനപ്പെട്ടതാണ്. 1 മാനസികാരോഗ്യ റിപ്പോർട്ട്, 2 ജയിലിലെ റിപ്പോർട്ട്. പോരാത്തതിന് ഈ പ്രതികളുടെ കുടുംബ സാഹചര്യത്തെക്കുറിച്ച് സർക്കാരിനോട് ഒരു റിപ്പോർട്ട് കൂടി തേടിയതിനു ശേഷമാണ് ഏറ്റവും ഒടുവിൽ സെൻറ്റൻസ്, പരമാവധി ശിക്ഷ, വധശിക്ഷ, ചരിത്രത്തിലാദ്യമെന്ന്, ഒരുപക്ഷെ തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം, ചരിത്രത്തിലാദ്യമെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, 15 പ്രതികൾക്കും വധശിക്ഷ നൽകിയിരിക്കുന്നത്. കുടുംബം സന്തോഷം പ്രകടിപ്പിക്കുന്നു. പ്രതിഭാഗം ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി പോകും, അല്ലെങ്കിൽ മേൽക്കോടതിയിലേക്ക് അപ്പീലുമായി പോകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. പ്രതികളെ ഇപ്പോൾ മാവേലിക്കര സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി എവിടേക്കാണ്, മറ്റേതെങ്കിലും ജയിലിലേക്ക് ശിക്ഷ ലഭിച്ചാൽ ഒരുപക്ഷെ ഈ സ്പെഷ്യൽ ജയിലിൽ നിന്ന്, സബ് ജയിലിൽ നിന്ന് മറ്റേതെങ്കിലും ജയിലിലേക്ക് മാറ്റേണ്ടി വരും. അത് എപ്പോഴാണ് എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. എന്തായാലും പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിക്കും അപ്പീലുമായി എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിർണായകമായ വിധി മാവേലിക്കര കോടതിയിൽ നിന്ന് വരുന്നു. രഞ്ജി ശ്രീനിവാസൻ വധക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ നൽകിക്കൊണ്ട് ജഡ്ജി വി ജി ശ്രീദേവി ഉത്തരവിറക്കിയിരിക്കുന്നു. ക്രിസ്റ്റീന. ശരി, ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീജിത്ത് ശ്രീകുമാർ.